എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പള്ളിയിൽ ചെന്നാൽ ഖത്തീബ് നിർബന്ധമായും 4 പ്രധാനപ്പെട്ട ആൾക്കാരെ പേര് പറയും. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. 4 ആൾക്കാരെ പേര് പറയും. എന്തിനാ പേര് പറയണത്? ആ പേര് പറയുമ്പോൾ ആ 4 ആൾക്കാരെ ചരിത്രം നമ്മളെ കൽബിക്ക് ഇങ്ങനെ വരണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തടിയില്ലാത്ത ആളാ, മെല്ലിച്ച് നീണ്ടിട്ട് വെളുത്ത് നീളമുള്ള താടി വെച്ച് കണ്ണ് കുഴിയിൽ പോയ ഒരാളാണ് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് നബി തങ്ങൾ ദിവസങ്ങളോളം ഉറക്കമൊഴിച്ചിട്ട് വലിയ ക്ഷീണമുണ്ടായിരുന്നു. അപ്പൊ നബി തങ്ങൾക്ക് നടക്കാൻ വയ്യ. ചെറിയൊരു ജലദോഷമുണ്ട്. ഇപ്പത്തെ ജലദോഷം അങ്ങനെയാണ്, തുടങ്ങിയാൽ പിന്നെ മാറുന്നില്ല. ആമീൻ. അപ്പോ എന്താ പറഞ്ഞു? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേര് പറയുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ താരീഖ് ഓർമ്മ തന്നെ. പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നബി തങ്ങൾ ക്ഷീണിതനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒത്ത ശരീരമുള്ള ആളാണ്. പാകത്തിനുള്ള തടിയുണ്ട്, അത്യാവശ്യത്തിനുള്ള നീളമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു നീളമില്ലാതെ മെല്ലിച്ച മനുഷ്യനാണ്, തടി തീരല്ല, അങ്ങനത്തെ ഒരാളാണ്. 6 സൗറിൽ അവർ ഒരു ദിവസം രാത്രി താമസിക്കുകയാണല്ലോ. താഴെ ചെന്ന് നബി തങ്ങൾക്ക് മേലേക്ക് കയറാൻ വയ്യ, ക്ഷീണം കൊണ്ട് വയ്യ. അവസാനം സിദ്ദീഖ് റളിയല്ലാഹുവിനെ തോളിലിരുത്തി. ഇന്നിപ്പോ നമ്മള് സൗർ പർവ്വതത്തിന്റെ അവിടെ പോയാല് ചെയ്യല് അടിയിൽ നിന്ന് മേപ്പെട്ട് ഇങ്ങനെ നോക്കല, അതാണ് ആ മല എന്ന് പറയും അമീറന്മാര്. ഉംറക്കൊണ്ടായ അമീറന്മാര് പറയുന്നത് ആ ഒരു വെളുത്ത അടയാളം കാണില്ല, അത് ആൾക്കാർ കയറുന്നതാണ്. താഴെ നിന്നാണ്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാണ്ട് പോരും. ആ സ്ഥലത്തേക്ക് സംഗതി ബംഗാളികൾ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങോട്ട്, എന്നാലും സംഭവം കയറാൻ കഴിയൂല. അവിടേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിനെ തോളിൽ ഇരുത്തിയിട്ട് കയറിയത് ആരോഗ്യം കൊണ്ടല്ല, ഇഷ്കൊണ്ടാണ്. അപ്പൊ സിദ്ദീഖിന്റെ പേരിന് പറയുമ്പോ അതുകൊണ്ട് ഓർമ്മ വരണം നമുക്ക്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇസ്ലാം ദീനിന്ന് രാജിവെക്കുമെന്ന് ഖുറൈശികൾ ഉറപ്പിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു. ഇന്ന് എന്തായാലും രാജിവെക്കുമെന്ന് ഉറപ്പായിരുന്നു, മിഅ്റാജിന്റെ പിറ്റേ ദിവസം. ഇന്നലെ രാത്രി ഉറങ്ങണോടത്തുനിന്നാണ് നീച്ചിട്ടേ 40 ദിവസം കുതിരപ്പുറത്ത് യാത്ര ചെയ്താൽ സാധാരണഗതിയിൽ എത്തിച്ചേരാറുള്ള ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്ക് അള്ളാഹുവിന്റെ സിംഹാസനത്തിങ്കൽ ചെന്ന് സംഭാഷണം നടത്തി നിസ്കാരവും വാങ്ങി മടങ്ങി വരുന്ന വഴിയിൽ മൂസ നബി അലൈഹി ഇസ്ലാമിനെ കണ്ട് 9 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും. അവസാനം ബൈത്തുൽ മുഖദ്ദസിൽ മടങ്ങിയെത്തി അവിടെ നിന്ന് വീണ്ടും മസ്ജിദുൽ ഹറാമിലേക്ക്. ഇതെല്ലാം കൂടി ഒരു ദിവസം നടന്നു. ആ ദിവസത്തിൽ രാത്രിയിൽ നബിതങ്ങളെ ആകെ മസ്ജിദുൽ ഹറാമിൽ ഇല്ലാതെയാക്കപ്പെട്ടിട്ടുള്ള സമയം 3 സാഅത്താണെന്നാണ്. സാഅത്തിന് പറയാവുന്ന ഏറ്റവും നല്ല അർത്ഥം മണിക്കൂർ എന്നാണ്. 3 മണിക്കൂറാണ് നബിതങ്ങളെ കാണാതെയായത് എന്നാണ് താരീഖ്. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ പോയി എന്ന് ഇതാണ്ട് പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തായാലും ഇസ്ലാം ദീനിൽ നിന്ന് ഒഴിവായി പോരും എന്ന് ഉറപ്പിച്ച ഖുറൈശികൾ മഹാനായ സിദ്ദീഖുൽ അക്ബറിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖേ, ഇന്ന് രാവിലത്തെ വർത്താനം കേട്ടില്ലേ എന്ന് ചോദിച്ചു. എന്തേന്ന്? ഇന്നലെ രാത്രി ഉറങ്ങുന്നിടത്തുനിന്നാണ് നീച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ പോയി. അവിടുന്ന് 7 ആകാശങ്ങൾ, ബഹ്റുന്നൂർ കടന്ന് സിദ്റത്തുൽ മുൻതഹ കടന്ന് സ്വർഗവും നരകവും കണ്ട് അള്ളാഹുവിന്റെ അർശിങ്കൽ ചെന്ന് സംഭാഷണം കഴിഞ്ഞ് മടങ്ങി വന്ന് ബൈത്തുൽ മുഖദ്ദസിലെത്തി. അവിടുന്ന് മസ്ജിദുൽ ഹറാമിലെത്തി. നേരം വെളുത്തപ്പോഴേക്ക് കിടന്നിരുന്ന വിരിപ്പിൽ തിരിച്ചെത്തി എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബറിന് ആകെ അറിയേണ്ടത് ഒരു കാര്യം മാത്രം, ഇതിന്റെ നബി പറഞ്ഞു തന്നെയാണോ ചോദിച്ചു. എന്റെ നബി ഇത് പറഞ്ഞു തന്നെയാണോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സാധനത്തിന്റെ പേരാണ് ഈമാൻ എന്ന് പറഞ്ഞത്. അടുത്ത വെള്ളിയാഴ്ച പോയിട്ട് ഖത്തീബ് ഈ പേരെന്ന് പറയുമ്പോൾ ഈ ഈമാന്റെ ഓർമ്മ തന്നെ നമുക്ക്.
ഈമാനിന് ഒറ്റ അടിസ്ഥാനമേ ഉള്ളൂ കേട്ടോ. ഈമാനിന് ഒരടിസ്ഥാനമാണുള്ളത്, അത് മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ലിബറലിസ്റ്റുകൾ, സർവമത സത്യവാദികൾ, സ്ത്രീപക്ഷവാദികൾ എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുബ്തദിഈകള് എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനും ഒറ്റ കാരണമേ ഉള്ളൂ, മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളോട് താല്പര്യം കുറക്കുക. നബി തങ്ങളോട് താല്പര്യം കുറഞ്ഞാൽ ഈമാൻ പോകും. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾക്ക് താല്പര്യം കുറഞ്ഞാൽ അയാൾക്ക് സിറാത്ത് പാലം മനസ്സിലാകാതെയാവും, അയാൾക്ക് ഖബർ ജീവിതം മനസ്സിലാകാതെയാവും. മറഞ്ഞ വിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന ആദ്യത്തെ അനുഭവം സക്കറാത്തുൽ മൗത്താണ്, മരണത്തിന്റെ വേദനയാണ്. സത്യത്തിൽ മരിക്കുന്നതിന് മുമ്പ് ബോധം പോവുമല്ലോ, മരിക്കുന്നതിന് മുമ്പ് ബോധം പോവുമല്ലോ. ബോധം പോയാൽ പിന്നെ വേദന അറിയില്ലല്ലോ, ബോധം പോയാൽ പിന്നെ വേദന അറിയില്ലല്ലോ. എന്നാലും മരണത്തിന് വേദനയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്താ കാരണം? മുഹമ്മദ് നബി പറഞ്ഞുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ കാരണം നമ്മുടെ ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇന്നത്തെ എല്ലാ ശ്രമങ്ങളും നബിതങ്ങളെ കൊച്ചാക്കാനുള്ള ശ്രമമാണ്. ഒരു മുഹറം ഒക്കെ ഉണ്ട്, മുഹറം കഴിയാനാവുമ്പോഴത്തിന് സഫർ മാസമൊക്കെ തുടങ്ങുമ്പോഴത്തിന് എന്നെ ഇങ്ങനെ ആരംഭിക്കും, മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു, ഇലക്ട്രിക് പോസ്റ്റുമേ മൗലിദ് പാരായണം ശിർക്ക് തന്നെയാകുന്നു. മുഹമ്മദ് നബിയോടുള്ള താല്പര്യക്കുറവാണ് ഈമാൻ പോണതിന്റെ കാരണം. ഇതാണ് കാരണം. അതുകൊണ്ട് നബി തങ്ങളോട് താല്പര്യം ഉണ്ടാവണം. വാട്സപ്പുകളും ഫേസ്ബുക്കുകളും സോഷ്യൽ മീഡിയയിലും ഒക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസാരമാക്കലാണ് പ്രധാനപ്പെട്ട പരിപാടി. ഇപ്പൊ ഈ അടുത്ത് ഫേസ്ബുക്കിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണമുണ്ട്. ഒരിക്കൽ നബി തങ്ങൾക്ക് ഒരാള് കുറച്ച് കള്ള് കൊണ്ടേ കൊടുത്തു എന്നാണ് ഒരു പാത്രത്തില് സല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ള് കിട്ടിയേക്കിന് നബി തങ്ങൾ ചോദിച്ചു, അല്ല അത് ആരും കാണാതല്ലേ കൊടുന്നതെന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കൊടുന്ന ആള് പറഞ്ഞു, അതേ നബിയെ, ഞാനേ അത് ഇലോണ്ട് ഇങ്ങനെ പൊത്തി പിടിച്ചിട്ടാ കൊടുന്നിരുന്നത് എന്ന് പറഞ്ഞു. എന്നങ്ങോട്ട് കാട്ടിക്കാന്ന് പറഞ്ഞാണ്ട് വാങ്ങി കുടിച്ചു എന്നാണ്. ഇതിന് കേൾക്കുമ്പോ നമുക്ക് എന്താ തോന്നുന്നത്? ശരിക്ക് പടച്ചോനെ എന്തേലും സംഭവിച്ചോ നാവട്ടോ എന്ന് തോന്നുകയാണെങ്കിൽ ഈമാന്റെ അഡ്രസ് ആണ് പോയി, അതിന്റെ ഫോൺ നമ്പറും അതിന്റെ പിൻകോഡും ഒക്കെ പോയി, ഈമാന്റെ അഡ്രസ്സ് പോയി. ഈമാന്റെ ഇന്റെ നബിന്റെ ഇരുന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റൂല എന്ന് വിശ്വസിക്കാൻ കഴിയണം. മറുപടി കിട്ടിയില്ലെങ്കിലും വിശ്വസിക്കാൻ പറ്റണം. മറുപടി ഞാൻ പറയും, അത് വേറെ കാര്യം. പറഞ്ഞ സ്ഥിതിക്ക് മറുപടി പറയണല്ലോ എന്ന് എഴുതിയിട്ട് പറയാണ്, പക്ഷെ ലാസ്റ്റേ പറയുള്ളൂ. മറുപടി കിട്ടിയില്ലെങ്കിൽ പോലും ഈമാൻ ഇളകാൻ പാടില്ല. മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് ഈമാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് നബിതങ്ങളാണ് ഇന്ന് വിമർശിക്കപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം. ഇതൊക്കെ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഒരു ലിബറലിസ്റ്റുകളാവാതിരിക്കാം? പിന്നെ എങ്ങനെ അവർ യുക്തിവാദിയും നിരീശ്വരവാദി ആവാതിരിക്കാം? മുഹമ്മദ് നബിയെ കുറിച്ച് എന്ത് സംശയം വന്നാലും ഈമാനെ ബാധിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബിവി റളിയല്ലാഹു അൻഹയാണ് സ്ത്രീകളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച ആള്. ആദ്യമായിട്ട് പെണ്ണുങ്ങളെ കൂടെ നിന്ന് ഇസ്ലാം സ്വീകരിക്കുന്നത് ഖദീജ ബിവിയാണ് റളിയല്ലാഹു അൻഹ. ഖദീജ ബിവി ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഒരിക്കൽ നബിനോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, നിങ്ങൾ നബിയാകുന്നതിന്റെ 5 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അതാണ് ഈമാൻ പറഞ്ഞ സാധനം. വെറുതെ ഖദീജ ബിവി വന്നോന്നല്ല. അള്ളാഹുവിൽ വിശ്വാസം വരണമെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം വരണം. ഖുർആനിൽ വിശ്വാസം വരണമെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം വരണം. മഹ്ശറയിൽ വിശ്വാസം വരണമെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം വരണം. അതുകൊണ്ട് നബിതങ്ങളെ മോശമാക്കലാണ് ഇന്നത്തെ പ്രധാന പരിപാടി. സാമൂഹ്യ മാധ്യമങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പുതിയ പഠന രീതികളൊക്കെ നബിതങ്ങളെ മോശമാക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മുത്തുനബിയെ എല്ലാവരും പഠിക്കണം, മക്കൾക്ക് പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഇമാം പോവും. മറുപടി എന്താ? മറുപടി വലിയ പ്രശ്നമുള്ള ഒന്നല്ല. ഈത്തപ്പഴം ഇങ്ങനെ അട്ടിയിട്ടിട്ട്, ഒരു നല്ല സ്ഥലത്ത് ഈത്തപ്പഴം ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ ഒലിച്ചു വരുന്ന വെള്ളം ശേഖരിച്ച് അത് ജ്യൂസായിട്ട് കുടിക്കൽ അക്കാലത്ത് പതിവുണ്ടായിരുന്നു. ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു പാനീയത്തെ ആ കാലഘട്ടത്തിൽ കുടിക്കൽ പതിവുണ്ടായിരുന്നു.
അതേ സാധനം തന്നെ വെയിലത്ത് വെച്ച് ചൂടാക്കുമ്പോൾ നൊരയും പതിയും വരും. അങ്ങനെ പുളിപ്പിച്ച് കള്ളാക്കി ഉപയോഗിക്കലും പതിവുണ്ട്. ഈ ഈത്തപ്പഴത്തിൽ നിന്ന് എടുക്കുന്ന ഈ പാനീയം ഒരിക്കൽ ഒരാൾ നബി തങ്ങൾക്ക് കൊണ്ടുവന്നു കൊടുത്തു. അപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇത് വെയിൽ കൊണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അതായത് കേടുന്നിട്ടില്ലല്ലോ, കള്ളാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ കൊണ്ടുവന്ന ആൾ പറഞ്ഞു, ഇല്ല നബിയേ, ഞാനത് ഇല കൊണ്ട് മറച്ചു പിടിച്ചാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ അത് വാങ്ങിക്കുടിച്ചു. ഇത് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. കുഴപ്പമുള്ളതല്ല, ഇതാണ് സംഭവം. പക്ഷെ ആ മറുപടി കിട്ടുന്നത് വരെ നിങ്ങളെ കൽബ് എങ്ങനെയായിരുന്നു? അതാണ് ഈമാൻ. മറുപടി ഇപ്പൊ ഞാൻ പറഞ്ഞു, പക്ഷെ ആ മറുപടി കിട്ടുന്നതിന്റെ മുമ്പ് പഠിച്ചോനെ ഉസ്താദ് അത് മറക്കാതിരിക്കട്ടെ ട്ടോ എന്നൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അഥവാ മറന്നുങ്ങാണ്ട് പോയാലേ എന്നൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നത് വലിയ പ്രശ്നമാണ്. നബിതങ്ങളോടുള്ള താല്പര്യമാണ് ഈമാൻ പറഞ്ഞ സാധനം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മക്ക് വേണം, നമ്മളെ മക്കൾക്ക് വേണം, നമ്മളെ കുടുംബത്തിൽ വേണം, എല്ലാവർക്കും വേണം. ഇതില്ലാതാക്കാനാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ശ്രമങ്ങൾ. ഇതാണ് നിരീശ്വരവാദം, ഇതാണ് യുക്തിവാദം, അതാണ് ലിബറലിസം, അതാണ് ബിദ്അത്ത്. ഈ പറഞ്ഞ സാധനമാണ്. അതുകൊണ്ട് എല്ലാ സഹാബികളെ ഇതൊക്കെ ഉണ്ട് ഓർമ്മ വരണം. വെള്ളിയാഴ്ച ജുമയ്ക്ക് എന്നിട്ട് അബൂബക്കർ സിദ്ദീഖിന്റെ പേരാണ് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു